യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ പ്രഭാഷണങ്ങളിലെ പ്രധാന വിഷയം ദൈവരാജ്യമായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം പാർക്കുന്ന ഈ മണ്ണ്, ഈ രാജ്യം, ഇതൊക്കെ ഒഴിഞ്ഞു പോകുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ യേശു പ്രസംഗിച്ച രാജ്യം ദൈവരാജ്യമാണ്. അത് ആത്മീകമാണ്, ഐഹികമല്ല. അത് വിശുദ്ധമാണ്. ആ രാജ്യത്തെ ഭരിക്കുന്നത് ദൈവമാണ്. യേശു കർത്താദി കർത്താവാണ്, രാജാതിരാജാവാണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കടക്കുവാൻ ഒത്തിരി പ്രോട്ടോക്കോളുകൾ രാജ്യങ്ങൾക്കിടയിലുണ്ട്, അല്ലേ? അതെ, ഒത്തിരി പ്രോട്ടോക്കോളുകളുണ്ട്. ദൈവരാജ്യം നിത്യരാജ്യമാണ്. ഈ ഭൂമിയിലെ രാജ്യങ്ങളെല്ലാം അവസാനിക്കും, ഭരണങ്ങൾ അവസാനിക്കും. എന്നാലൊരു രാജ്യം, അത് ദൈവരാജ്യം, ദൈവം സ്ഥാപിച്ച രാജ്യം, തൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണത്തിലൂടെ ദൈവം സ്ഥാപിച്ചത്, അത് നിത്യരാജ്യമാണ്. ദൈവരാജ്യത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ്. ദൈവരാജ്യത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുവാൻ ദൈവം തന്നെ നമുക്കൊരവസരം ഒരുക്കിയിരിക്കുകയാണ്. അയോഗ്യരായ നമ്മെ യോഗ്യരാക്കുവാൻ തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ തകർത്തു. ദൈവരാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെ തകർത്ത് കളഞ്ഞു. പാപികൾക്ക് അവിടെ പ്രവേശനമില്ല. അത് വിശുദ്ധമായ ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് വാഴുന്ന ന്യായാധിപതി പരിശുദ്ധനാണ്. നാം പാർക്കുന്ന ഈ ലോകത്തിൽ അനീതിയുണ്ട്, അഴിമതിയുണ്ട്, അക്രമമുണ്ട്. ഇവിടെ നമുക്ക് ജീവിക്കുവാൻ മാനസാന്തരം വേണമെന്നല്ല, അല്ലേ? ഭരണ സംവിധാനങ്ങളിൽ വിശുദ്ധിയുടെ നിലവാരങ്ങളൊന്നും പ്രോട്ടോക്കോളിലില്ല. അച്ചടക്കമുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിൽ വിശുദ്ധി അനിവാര്യമാണ്. ദൈവം പരിശുദ്ധനാണ്. ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ യേശു പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. നമുക്കൊരു മാറ്റം ആവശ്യമാണ്. നമുക്കൊരു മാറ്റം നൽകുവാനാണ് ദൈവപുത്രനായ യേശു നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചത്. പുത്രൻ മരിക്കാതെ നമുക്കൊരു മാറ്റം ഉണ്ടാകില്ലെന്നറിഞ്ഞ ദൈവം, നമുക്കൊരു വിശുദ്ധി ഉണ്ടാകില്ലെന്നറിഞ്ഞ ദൈവം നമ്മുടെ പാപത്തെ പുത്രന് മേൽ ചുമത്തിക്കൊണ്ട് പുത്രന്റെ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിക്കുകയാണ്. മാനസാന്തരപ്പെടുവിൻ. യേശുവിനെ കാൽവറിയിൽ പരസ്യമായി നിർത്തിക്കൊണ്ട് ദൈവം ലോകത്തോട് വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ട് കിടക്കുന്ന പുത്രനെ നിങ്ങൾ കാണുന്നുവോ? നിങ്ങൾ അറിയണം, നിങ്ങൾ പറയണം, നിങ്ങൾ സമർപ്പിക്കണം,
നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്. യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നോട് ക്ഷമിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിതത്തെ സമർപ്പിച്ചാൽ, ഒരു പുതിയ ജീവിതത്തിനു വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കിടക്കും. ദൈവരാജ്യത്തിലെ പ്രജയായിട്ടല്ല. ഈ ലോകത്തിൽ നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ ദൈവം നമുക്ക് നൽകുന്ന പദവി ദൈവത്തിൻ്റെ മകൻ എന്ന പദവിയാണ്, ദൈവത്തിൻ്റെ മകൾ എന്ന പദവിയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര മഹത്വകരമായ ഒരനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.